ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ്. പാലക് പരിപ്പ് കറി അഥവാ ഡാൽ പാലക്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു 200 ഗ്രാം പാലക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് 200 ഗ്രാം പാലക്കിന് ഞാൻ 3/4 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് കീറിയിട്ടത്, ഒരു 1/4 ടീസ്പൂൺ കായംപൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തുവരപ്പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടാവൂ. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇട്ടാലും മതിയാവും, ചതയ്ക്കണമെന്നില്ല. ഒരു 6-7 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഒരു വലിയ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി സവാള ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ബ്രൗൺ കളറായിട്ട് വരണം, ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട, എന്നാലും അതിൻ്റെ കളർ ഒന്ന് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതുവരെ വഴറ്റി കൊടുത്തോണ്ടേയിരിക്കണം. ഇനി അതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ടൊമാറ്റോ ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ തക്കാളി എല്ലാം നന്നായിട്ട് പേസ്റ്റ് പോലെ വെന്ത് വരണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാലക്ക് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ പാലക്ക് നന്നായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പാലക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം, വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ഉപ്പെല്ലാം നോക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. കണ്ടോ, തുവരപ്പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ വെന്ത തുവരപ്പരിപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേവി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് ഈ കറിയിലുണ്ട്.
നല്ല അടിപൊളി ഒരു കറിയാണ്. ചപ്പാത്തിക്കും ചോറിനും പൂരിക്കും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 സെക്കൻഡ് അതിരുന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് എടുക്കാവുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.